ചേട്ടാ ഈ വിണ്ണിലോ അതോ മണ്ണിലോ എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുണ്ട്. അതിൻ്റെ ട്യൂൺ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പാടായിരുന്നു. അപ്പോൾ ആ പാട്ടിപ്പോൾ ഓർക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MP സുരേഷ് ഗോപിയുടെ ചില പ്രവർത്തികളൊക്കെ കാണുമ്പോൾ അദ്ദേഹം ഇപ്പോൾ വിണ്ണിലാണോ അതോ മണ്ണിലാണോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. ഇല്ലേ ചേട്ടൻ അത് തോന്നിയിട്ടുണ്ടോ? അല്ല പ്രീത, എനിക്ക് അദ്ദേഹത്തിന്റെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്വസിദ്ധമായ ഒരു പ്രയോഗമുണ്ടല്ലോ, ഷീറ്റ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ ഒരു ആക്ഷൻ ഒക്കെ കാണിച്ച് ഇവിടെ ഇരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അരോചകമായി പോകും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഇപ്പൊ ശരിക്കും നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്, ഒരു അരോചകമായി തീർന്നിരിക്കുന്നു തൃശ്ശൂരത്തെ BJP പ്രവർത്തകർക്ക് അദ്ദേഹം എന്നാണ്. അത് നമ്മൾ ഈ ചില വ്യക്തികൾ കാര്യം കാണാൻ വേണ്ടി എന്ത് പ്രകടനപരതയും കാണിക്കും. ആ വ്യക്തികളെ നമുക്ക് ഈ പ്രകടനപരത കാണിക്കുന്ന സൂക്ഷ്മദർശനം നമ്മൾ കുറച്ച് വായിക്കുകയും കുറച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒറ്റ അടിയിൽ അറിയാൻ പറ്റും ഇവനൊരു കപടനാണ്. ഇവൻ ഈ കാര്യം സിനിമാ നടന്മാരെ സംബന്ധിച്ച് ആരും ജെന്യൂൻ അല്ലെന്ന് പൊതുവേ പറച്ചിലുണ്ട്. എല്ലാം അഭിനേതാക്കളാണ്, A ക്ലാസ് അഭിനേതാക്കളാണ്. അപ്പോൾ സുരേഷ് ഗോപിക്ക് കറക്റ്റ് കാര്യത്തിലേക്ക് വരാം. സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി ഇപ്പോൾ അവിടെ BJPയുടെ തൃശ്ശൂരത്തെ ആൾക്കാർക്ക് ഒരു തലവേദനയാണ്. കാര്യം ഉദാഹരണത്തിന് ഇപ്പൊ സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരു പെറ്റീഷൻ മുന്നിൽ അദ്ദേഹം എന്തൊക്കെയാ പറഞ്ഞത്? ഞാനിവിടെ തേനൊഴുക്കും പാലൊഴുക്കും അദ്ദേഹം ഒരിക്കൽ നിയമസഭയിൽ മത്സരിച്ചു, അത് കഴിഞ്ഞാൽ ലോക്സഭയായിരുന്നു. 1 ലക്ഷം വോട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. പാവം സുനിലേട്ടന്റെ കൂടെ, സുനിൽകുമാറിന്റെ കൂടെ. അപ്പം ഇതിനകത്ത് ഇപ്പൊ BJPക്കാർക്ക് അപ്രാപ്യനാണ്. അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ഒരു പെറ്റീഷൻ കൊടുക്കാൻ ചെല്ലുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട, അദ്ദേഹത്തിന് കൂടെ നിർത്തിയിരിക്കുന്ന ഒരു ഉപജാപ വൃന്ദത്തിന്റെ നടുക്കാണ് അദ്ദേഹം. ഇപ്പൊ എനിക്കൊരു പെറ്റീഷൻ കൊടുക്കണം, ഞാൻ ഗുരുവായൂർ സ്ഥിരം തൊഴാൻ പോകുന്ന ഒരാളാണ്. എനിക്ക് ഈ ക്യൂവിൽ ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊന്നും ചെയറില്ല. ഭഗവാനെ കാണാൻ എത്ര മണിക്കൂർ വേണോ നിൽക്കാം, പക്ഷെ ചില സ്ഥലങ്ങളിൽ ചെയറില്ല. പ്രിയപ്പെട്ട MP എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്നൊരു പേപ്പർ കൊടുക്കാൻ പോയ ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി തൊഴാൻ നിൽക്കുന്നതിൻ്റെ കേസിനാണ് ഞാൻ ഉദാഹരണം പറയാം. അങ്ങനെ പോലും ഒരു ജെന്യൂൻ കാര്യങ്ങളുടെ പെറ്റീഷൻ കൊടുക്കാൻ ചെല്ലുന്നവരടുത്ത് പോലും അദ്ദേഹം കാണാൻ സമ്മതിക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഈ അടുത്തിടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ, MD രമേശ് ഇങ്ങനെ തുടങ്ങിയ വലിയ നേതാക്കളെ നമ്മൾ വായിച്ചിരുന്നു. മുരളീധരനെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ V മുരളീധരനെയും സുരേന്ദ്രനെയും അനിയനെയും ചേട്ടനെയും വിളിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അനിയനും ചേട്ടനും അല്ല. അപ്പോൾ ചുരുക്കത്തില് ഈ നടന്ന പരിപാടിയിൽ നടന്ന പരിപാടി അവിടെ നടക്കുമ്പോൾ ഇപ്പൊ പാർട്ടിയുടെ ഒരു പരിപാടിയാണ്, ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹം ഒരു MP ആണ് തൃശ്ശൂരത്തെ. അദ്ദേഹം തൊട്ടടുത്ത് ഗുരുവായൂരോ അതിനപ്പുറത്ത് എവിടെയോ ഒരു ഫംഗ്ഷനിലുണ്ടായിരുന്നു. എന്നിട്ട് ഇദ്ദേഹം അവിടെ ചെന്നിട്ടില്ല. അതിൽ തൃശ്ശൂർ പാർട്ടിക്കകത്ത് അതിഭീകരമായിട്ടുള്ള പരാതി ദേശീയ നേതൃത്വത്തിന് പോയിട്ട്. പക്ഷെ അതൊരു ക്ഷണിക്കാത്തത് കൊണ്ടാണെങ്കിലും ക്ഷണിക്കാത്തടത്ത് പോകേണ്ട ആവശ്യം അല്ല പ്രജിത, ക്ഷണിച്ചോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ സാധാരണ ആളുകൾ പറയുമ്പോൾ കുമ്മനം രാജശേഖരൻ ഒരു ജെന്യൂൻ പേഴ്സണാണ്. നമുക്ക് രാഷ്ട്രീയത്തിന് അതീതമായി കുമ്മനം രാജശേഖരനെ നമുക്ക് അറിയാം. MD രമേശും ഒരു RSSകാരനാണ്, പക്ക RSSകാരനാണ്. അദ്ദേഹം ഒരു യാത്രയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ, നമ്മൾ പോകുമ്പോൾ ഒരു യാത്ര, ട്രെയിൻ യാത്രയിൽ കാണുകയാണെങ്കിൽ സുരേന്ദ്രനെ പോലെയൊന്നും അല്ല. MD രമേശ് ഒരു ബുക്കുമായിട്ടൊക്കെ ഇരിക്കും. MD രമേശ് നമ്മൾ അടുത്ത് എന്നാൽ പോലും ഒന്നും മിണ്ടത്തില്ല. അയാൾ കറക്റ്റ് RSSകാരനാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഇവരൊക്കെ അവിടെ ഉള്ളപ്പോഴേ തീർച്ചയായിട്ടും ഒരു പിന്നെ MP ആകുമ്പോൾ ആ MP അവിടെ ചെല്ലണം. അത് ഒരു കാര്യം. രണ്ട്, നമുക്കിതിൽ പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, ഇവർ പറയുന്നത് അദ്ദേഹം ജയിക്കാൻ വേണ്ടി എന്തെല്ലാം കാണിച്ചോ അതിനെല്ലാം വിപരീതമായിട്ട് ഇതെല്ലാം എൻ്റെ സ്വന്തം മിടുക്കുകൊണ്ട് താൻ നേടിയതാണ്, നീ ഒന്നുമല്ല എന്ന രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ ഇതിന് മറ്റൊരു വർഷം വേണമെങ്കിൽ ഇപ്പം പ്രീതയ്ക്ക് അല്ല ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം സ്വന്തം നിലയ്ക്ക് മാത്രം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വന്തം നിലയ്ക്ക് എൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഞാനിതെല്ലാം നേടിയത്, നിങ്ങളാരും എനിക്കൊന്നും ചെയ്തു തന്നതല്ല എന്ന ഒരു ശരീരഭാഷയാണ് അദ്ദേഹത്തിന് എന്നാണ് ഈ സാധാരണ പ്രവർത്തകർ ഇപ്പൊ പറയുന്നത്. അല്ല, അത് സാധാരണ പ്രവർത്തകർ കുറച്ചുകൂടെ മൂളയോടുകൂടി നേരത്തെ ചിന്തിക്കണമായിരുന്നു എന്ന് ഞാൻ പറയും. അല്ല, അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അത് ഇതിപ്പോ സുരേഷ് ഗോപിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഞാൻ പൊതുവായിട്ട് പറയാണ്. നമുക്ക് ഒരാളെ കാണുമ്പോൾ അയാൾ ഇത്രയും നാൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അവിടെ ആ ഒരു സമയത്ത് നന്നായി അവിടെ തന്നെ നിന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്തു. അത് പിന്നെ അതെ, അതിനു മുമ്പേ തന്നെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരാൻ തുടങ്ങിയത് ഒരു പ്രത്യേക സന്ദർഭം മുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഒരു പ്രത്യേക സന്ദർഭം മുതൽ ഇതെല്ലാം വരുന്നു. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടാകാം. അതെ, ആ ഒരു പക്ഷെ ആ ഏച്ചുകെട്ടാണെന്നുള്ളത് അന്ന് ആർക്കും മനസ്സിലായില്ല.
അവിടെയാണ് ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ വിജയമാണ്. വിജയമാണ്, അത് അദ്ദേഹത്തിന്റെ വിജയമാണ്. തീർച്ചയായിട്ടും. അത് നമ്മൾ മനസ്സിലാക്കാത്തത് അദ്ദേഹത്തിന്റെ വിജയമാണ്. അപ്പൊ ആ സമയം മുതൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചേട്ടന് ഓർമ്മയുണ്ടല്ലോ, മോദി വരുന്നു മകളുടെ കല്യാണത്തിന്. അപ്പൊ മോദി ഇവിടെ പറന്നിറങ്ങണം എന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി അവിടെ നിൽക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂർ ഇത്തവണ അവർക്ക് വേണമായിരുന്നു. തൃശ്ശൂർ അവർക്ക് വേണമായിരുന്നു. അതല്ലാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മഹാനുഭാവൻ എന്നൊക്കെ പറയാവുന്ന, അതെ, അദ്ദേഹത്തിന്റെ മാത്രം എടുക്കുകൊണ്ടല്ല വന്നത്. അത് കൃത്യമായിട്ട് ഈ പറയുന്ന മോദി, അമിത്ഷാ അങ്ങനെയുള്ള ആ ഒരു കൂട്ടുകെട്ടിന്റെ വർക്കാണ്. മാത്രമല്ല RSSന്റെ കൂടി ഒരു ടാർഗറ്റ് ആണ് ഇവിടെ. ആ ഒരു സീറ്റ് ആ കഴിഞ്ഞു പോയ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടില്ല. അതെ, ആ സമയത്ത് അദ്ദേഹം അവിടെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രകടനമൊക്കെ നടത്തുന്നു. പിന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെയാണ്. ഗുരുവായൂർ മുല്ലപ്പൂ വിൽക്കുന്ന ആ ഒരു പെൺകുട്ടി, എന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ കുട്ടിയെ സഹായിക്കുന്ന നല്ല കാര്യമാണ് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കാണുന്നത് ഒരു നാട്ടുപ്രമാണിയുടെ സ്റ്റൈലാണ്. ഒരു നാട്ടുപ്രമാണിയുടെ സ്റ്റൈലിലൊക്കെ അത് അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. നടക്കില്ല. അല്ല, ഇതിനകത്ത് ഒരു വശം കൂടെ നമുക്ക് പറയേണ്ടി വരും. ചിലപ്പോൾ ഈ പറയുന്ന സാധാരണ പ്രവർത്തകർ കൊണ്ടുകൊടുക്കുന്ന പേപ്പർ പോലും വാങ്ങുന്നില്ല എന്ന് പറയുമ്പോഴേ ഇവിടെ കേരളത്തിലെ BJP എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇതുവരെ കേന്ദ്രത്തിലെ നേതൃത്വത്തിന് പിടികിട്ടിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഡൗൺ ടു എർത്താണ് അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടുത്തെ നേതാക്കളുടെ ആരാണ് നിങ്ങൾക്ക് ഏറ്റവും അപ്രാപ്യനായിട്ടുള്ള ഒരാൾ എന്ന രീതിയിൽ നിരീക്ഷണം നടത്തി അദ്ദേഹം ഇതിപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം കൊള്ളരാത്തവനാണ്, അദ്ദേഹം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി ഇവിടുന്ന് വേറെ പറയും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു കേന്ദ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു വശം വേണമെങ്കിലും ചിന്തിക്കാം. കാര്യം സുരേഷ് ഗോപി സാധാരണക്കാരന്റെ ഇടയിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപി വശം പറയുന്നത് ഞാൻ അതിനെ സാധൂകരിക്കുന്നില്ല. ഇത് എല്ലാ കാര്യത്തിനും രണ്ട് വശമുണ്ടല്ലോ. ഈ പറയുന്നത് പോലെ സുരേഷ് ഗോപി ഒരു ഇലക്ഷനോ എന്തോ ഒരു പരിപാടിക്ക് കുടുംബശ്രീയുടെ മറ്റാണ് ചെന്നിറങ്ങുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും വേണ്ടത്ര ആളില്ല, നിങ്ങൾ ഇങ്ങനെയാണോ, സംഘാടകരോട് ഇങ്ങനെയാണോ ഇത് സംഘടിപ്പിക്കുക, കയർത്ത് സ്ത്രീകളായിരുന്നു, അവരോട് കയർക്കുന്നു. അദ്ദേഹം ഇതിൽ കയറി പോകുന്നു. പിന്നീട് ആളെത്തിയതിന് ശേഷം അദ്ദേഹം വരുന്നു. എത്രയോ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവിടെ വരുന്നു, സദസ്സിൽ ആളില്ലെങ്കിൽ അവർ കയറിയിരിക്കുന്നു, മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആളുകൾ വരുമ്പോൾ ആ പരിപാടിയിലേക്ക് കടക്കുന്നു, ആളെ കൂട്ടിയിട്ട് വരുന്നു. പിന്നെ മാത്രമല്ല ദേഹത്ത് മുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഈർഷ്യതയൊക്കെ കാണിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ അതും പറയാം കേട്ടോ, അദ്ദേഹത്തിന്റെ കാല് എന്തോ മുറിഞ്ഞ സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ചവിട്ടരുതെന്ന് പറഞ്ഞാൽ അത് വളരെ വിവാദമാക്കിയിരുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അതല്ലാതെയുള്ള കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളൊരു ജനപ്രതിനിധി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുപ്രമാണി ആവുക എന്നുള്ളതല്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം, അദ്ദേഹം ആരെന്ന്, ചേട്ടൻ തിരുവനന്തപുരത്തുകാരാണ്, ചേട്ടൻ തന്നെ പറയുന്നതാണ് അദ്ദേഹം ആരാണെന്ന് അവിടുത്തെ ആ ജനങ്ങൾ ചോദിച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അദ്ദേഹം അവിടെ അത് ചോദിച്ച സ്ഥലത്ത് അദ്ദേഹം രണ്ടാമതെത്തി എന്നുള്ളതാണ്. ഇല്ലേ, രണ്ടാമതെത്തി അദ്ദേഹം. അപ്പൊ അത് ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. അത് രണ്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്നവരാണ്. രണ്ട് വശമാണ് സുരേഷ് ഗോപിയുടെ പെരുമാറ്റവും രാജീവ് ചന്ദ്രശേഖരന്റെ പെരുമാറ്റവും. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരത്തെ ഒരു സാധാരണക്കാരൻ പോയി സംസാരിച്ച പോലെ അദ്ദേഹം കേൾക്കുന്നതിനും അദ്ദേഹം കാണിക്കുന്നതിനും ഒരു രീതി ഉണ്ടാവും. നമ്മളൊരു നാട്ടുപ്രമാണിയാണ്, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഒരു ജനപ്രതിനിധി ആണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക്, മണ്ഡലത്തിലെ ജനങ്ങൾക്കെങ്കിലും പ്രാപ്യനാകുന്ന രീതിയിലായിരിക്കണം അദ്ദേഹത്തിന്. അതെ, ഒരു ലിസണർ ആവണം ഉറപ്പായിട്ടും. അതല്ലാതെ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖരത്തെ ഒരാളുടെ കാര്യം പറയാൻ വരുമ്പോ അദ്ദേഹം എന്റെ പാർട്ടിക്കാരനാണോ അത് മറ്റൊരു പാർട്ടിക്കാരനാണോ എന്നൊന്നും കരുതിയിട്ടാവില്ല. അല്ല, ഇതിപ്പോ BJP-ക്കാർ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന് ഇപ്പം പ്രജിത പറഞ്ഞു ഗുരുവായൂർ അമ്പലത്തിൽ നടന്ന ആ ഒരു രംഗം അത് അവരുടെ ടാർഗറ്റ് ആയിരുന്നു. തൃശ്ശൂർ ഞങ്ങൾക്ക് വേണം, അത് സുരേഷ് ഗോപി അല്ല X or Y എന്ന കേന്ദ്രത്തിന്റെ തീരുമാനം. പക്ഷേ അദ്ദേഹത്തിന് എത്രത്തോളം ബന്ധം നരേന്ദ്രമോദിയായിട്ട് ഉണ്ട് എന്നുള്ളത് കാട്ടുക കൂടിയാണ് അതിലൂടെ അദ്ദേഹം ചെയ്തത്. നമ്മൾ കണ്ടു ഈ എറണാകുളത്ത് തന്നെ നരേന്ദ്രമോദി എത്ര തവണ ഇവിടെ വന്നു അല്ലേ? പിന്നെ അദ്ദേഹം ജയിച്ചിരിക്കുന്ന വോട്ട്, സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ വരെ കിട്ടിയാണ് ജയിച്ചിരിക്കുന്നത്. അതും കേരളത്തിലെ തൃശ്ശൂർ പോലൊരു സ്ഥലത്ത്, സാംസ്കാരികമായിട്ടുള്ളൊരു സ്ഥലമാണ്.
അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പ്രീത പറഞ്ഞു ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഇദ്ദേഹത്തിന് കാര്യം എപ്പോഴും ഡൗൺ ടു എർത്ത് ജനനായകർ എന്ന് പറയുമ്പോൾ അവരെപ്പോഴും ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നവരെ ജനം സ്നേഹിക്കത്തുള്ളൂ. അപ്പോൾ അത് ഈ സിനിമാക്കാരൻ്റെ ഒരു മേലെങ്കിൽ കാരണവരുടെ മേലെങ്കിൽ ഇതെല്ലാം ഒരിക്കലും ജനം അംഗീകരിക്കില്ല. ഈ കിട്ടിയ ഒരു സീറ്റിൽ തന്നെ ചിലപ്പോൾ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ആൾക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കും. അതിൽ നമുക്ക് അവരെ തെറ്റ് പറയാം. അത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചേർത്ത് പറയാമെന്ന് തോന്നുന്നു. കാരണം എല്ലാ നേതാക്കളും BJP-യുടെ RSS-ന്റെ ഒക്കെ എല്ലാ നേതാക്കളും ഇത്തരത്തിലുള്ളവരുമായിരിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ നമ്മൾ ഒരിക്കലും ഒരാളെ കണ്ടുകൊണ്ട് നമുക്ക് അടച്ചാക്ഷേപിച്ച് പറയാനും സാധിക്കില്ല.